അതും ചേട്ടനൊക്കെ മേടിക്കേണ്ടതൊക്കെ ഈ പറഞ്ഞ പോലെ ന്യൂജൻ തരത്തിലുള്ള സാധനങ്ങളാണ്. ഇപ്പൊ ഡ്രസ്സാണെങ്കിലും എല്ലാം ചേട്ടൻ ആ ഒരു പുതുമ വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. കടയിലൊക്കെ ചെല്ലുമ്പോൾ അവര് എടുത്തു കൊടുക്കുമ്പോൾ ഇതൊക്കെ നീട്ടാ മതി, എനിക്ക് പുതിയ ന്യൂജൻ പിള്ളേരിടുന്ന പോലത്തെ മതി എന്ന് പറയുന്ന ആ ഒരു മനസ്സിൽ എപ്പോഴും ആ ഒരു ചെറുപ്പം കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന ഒരാളാണ് ചേട്ടൻ. പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എവിടേക്കോ ജയേട്ടന്റെ ഒരു സൗണ്ടും വോയിസ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ടല്ലേ? മനസ്സിലൊക്കെ അങ്ങനെ വരാറുണ്ട്. പക്ഷെ ബോധപൂർവ്വം അത് ശ്രമിച്ചിട്ടല്ല. ചേട്ടന്റെ ഒപ്പമുള്ള കുറെ ഇത് ആയിരിക്കാം. ചിലപ്പോൾ ചേട്ടന്റെ പാട്ടുകളൊക്കെ പാടിയും ട്രാക്ക് പാടിയൊക്കെ അങ്ങനെ വന്നതായിരിക്കാം. സിംഗേഴ്സിന് പാടാൻ പറയുമ്പോ എപ്പോഴും നമ്മൾ കേട്ട് പഠിക്കുന്ന പോലെയല്ല. പുതിയതായിട്ടൊരു പാട്ട് പാടുമ്പോ എപ്പോഴും അതിന്റെ ഒരു ആത്മാവ് അറിഞ്ഞു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വരണമല്ല. അതെപ്പോഴും ഒരു ചലഞ്ചിങ് ആണ് പലർക്കും. അതായത് കേട്ട പാട്ടുകൾ പഠിച്ചു പാടാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ പുതിയതായിട്ടൊരു സാധനം കമ്പോസ് ചെയ്തത് പാടുന്നത് മിക്കവർക്കും ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ക്രിസ്ത്യൻ ഡിവോഷനിൽ കുറെ ചെയ്തിട്ടുണ്ട്. കാർമൽഗിരി സെമിനാരിയിൽ കുറെ നാൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറെ പള്ളിയച്ഛന്മാരെ പഠിപ്പിച്ച്, അപ്പൊ അവരൊക്കെ ഇപ്പൊ ഓരോ പള്ളികളിൽ അച്ഛന്മാരാണ്. അവർ അന്ന് പഠിക്കുമ്പോൾ അവർ ഡീക്കന്മാരായിരുന്നു. തല്ലി ആർത്തിടുന്നു ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഇപ്പോൾ ഒരുപാട് സിംഗേഴ്സിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സിൻ്റെ. എനിക്ക് തോന്നുന്നു കുറച്ചൊരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന ജയേട്ടൻ്റെ കൂടെയുള്ള അനുഭവങ്ങളും അല്ലേ സ്നേഹമൊക്കെയാണ്. കൂടുതൽ പാട്ട് മധുചേട്ടനായിട്ടാണ്. കാരണം ഒരു ജ്യേഷ്ഠൻ എന്നുള്ളൊരു സ്ഥാനവും എനിക്ക് അത്രയും സപ്പോർട്ട് ചെയ്തേക്കുന്നതാണ് മധുചേട്ടനാണ്. ശരിക്കും പറഞ്ഞാൽ മധുചേട്ടനും ചേച്ചി ദിവ്യ ചേച്ചി എന്തുണ്ടെങ്കിലും എനിക്ക് വിളിച്ചു ചോദിക്കാനും ഒരു അഡ്വൈസ് സ്വീകരിക്കാൻ പറ്റിയ ഒരാൾ ശരിക്കും പറഞ്ഞാൽ മധുചേട്ടനാണ്. പക്ഷെ ഒരു ചേട്ടൻ എന്ന് പറഞ്ഞൊരു കാരണവര സ്ഥാനം ശരിക്കും പറഞ്ഞു. അദ്ദേഹത്തെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിലേക്ക് എത്തിയത് ശ്രീ ബാലു ആർ നായർ എന്ന് പറഞ്ഞ ബാലു ചേട്ടൻ മുഖാന്തരമാണ് ചേട്ടനെ പരിചയപ്പെടാനും റെക്കോർഡിങ്ങൾക്ക് എത്തണത്. ആദ്യം ഈ പറഞ്ഞ പോലെ ചേട്ടൻ ഇഷ്ടം തോന്നിയ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞ് ഒരാളാണ് ഞാൻ. ആദ്യത്തെ റെക്കോർഡിങ് അത്ര വലിയ സുഖകരമായിരുന്നില്ല. കാരണം ചേട്ടൻ വരാൻ പറഞ്ഞിട്ട് ചേട്ടൻ നേരത്തെ വന്നിട്ട് ഞാൻ വൈകി പോകുന്നൊക്കെ പറഞ്ഞ് കുറച്ച് പിണക്കത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ആ പാട്ട് പാടിയതിന് ശേഷം ചേട്ടന് താല്പര്യമായിരുന്നു. അതിനുശേഷം ബാലുചേട്ടൻ്റെ തന്നെ കുറേ വർക്കുകൾ ചെയ്ത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇൻറ്റിമസിയായി. ചേട്ടൻ ഇങ്ങോട്ട് വിളിക്കുന്നൊരവസ്ഥയിലേക്ക് എത്താൻ പറ്റി. അദ്ദേഹത്തിൻ്റെ കുറേ ട്രാക്കുകൾ പാടാൻ പറ്റി. ട്രാക്കുകൾ പാടാനും കൂടുതൽ പാട്ടുകൾ കമ്പോസ് ചെയ്യാനും ചേട്ടൻ തന്നെ എന്നെ പലർക്കും സജസ്റ്റ് ചെയ്യണൊരു ഇതുവരെ ഉണ്ടായിരുന്നു ട്രാക്ക് പാടാനൊക്കെ ആയിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും പാട്ടുകൾ പാടിയിരിക്കുന്ന ഒരാളാണ്. കുറേ സംസാരിക്കുമായിരുന്നു. ഒരു പാട്ട് പാടാനായിട്ട് ചേട്ടന് അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ മതി. അതിനുശേഷം മണിക്കൂറുകളോളം സംസാരിക്കുമായിരുന്നു ചേട്ടൻ. പഴയ ഗാനങ്ങളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടിനുള്ള എക്സ്പീരിയൻസും അത് ജീവിതത്തിൽ എന്നൊരു മുതൽക്കൂട്ടായിരുന്നു. ഒരു 90% റെക്കോർഡ് ചെയ്തത് ശ്രീ സുന്ദരേട്ടൻ്റെ സ്റ്റുഡിയോയിലായിരുന്നു, തൃശ്ശൂർ വെച്ചായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് യാത്രകളും ചേട്ടൻ കടയിൽ പോകുമ്പോഴും അങ്ങനെയൊക്കെ ഒപ്പം കൊണ്ടുപോയിരുന്നു. പോയിട്ടുണ്ട് കുറേ പ്രാവശ്യം. അതും ചേട്ടനൊക്കെ മേടിക്കേണ്ടതൊക്കെ ഈ പറഞ്ഞ പോലെ ന്യൂജൻ തരത്തിലുള്ള സാധനങ്ങളാണ്. ഇപ്പൊ ഡ്രസ്സാണെങ്കിലും എല്ലാം ചേട്ടൻ ആ ഒരു പുതുമ വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. കടയിലൊക്കെ ചെല്ലുമ്പോൾ അവര് എടുത്തു കൊടുക്കുമ്പോൾ ഇതൊക്കെ നീട്ടാ മതി, എനിക്ക് പുതിയ ന്യൂജൻ പിള്ളേരിടുന്ന പോലത്തെ മതി എന്ന് പറയുന്ന ആ ഒരു മനസ്സിൽ എപ്പോഴും ആ ഒരു ചെറുപ്പം അനുസരിച്ച് മാറുന്ന ഒരാളാണ് ചേട്ടൻ. ശരിക്കും പറഞ്ഞു ചേട്ടൻ്റെ വർക്കുകളിൽ സഹകരിക്കാൻ പറ്റിയ തന്നെ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിംഗിങ് സ്റ്റൈൽ ഭയങ്കരമാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ, ഓരോ വേർഡുകൾ പറയുന്നതിലുള്ള രീതികൾ, ഫീല് ഭയങ്കര. അതായത് അദ്ദേഹം കട്ട് ചെയ്താണ് ഒരു വരിയായിട്ടാണ് പാടിയെങ്കിലും അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കണ ഒരു വാക്കുകളിൽ കൊടുക്കുന്ന ഒരു സ്ട്രെസ്സും ഒക്കെ ഭയങ്കരം. അത് ശരിക്കും ഭഗവാൻ കൊടുത്തതെന്ന് തന്നെ വിശ്വസിക്കുന്ന ചേട്ടൻ എപ്പോഴും. ചേട്ടത്തെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അത് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എക്സ്പ്രഷൻ. അപ്പം പറഞ്ഞേക്കണം ഞാൻ ഗുരുവായൂരത്തിനെ ഏൽപ്പിച്ചേക്കാണ്, എൻ്റെ തൊണ്ട പാടുന്ന സമയത്ത് എനിക്ക് തരും എന്ന് തന്നെ പറഞ്ഞേക്കണം. അല്ലാണ്ട് നമുക്കത് ഇമിറ്റേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു സംഗീതം തന്നെ ചേട്ടൻ്റെ പാട്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ വർക്കുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ചെയ്ത പാട്ടുകൾ വരെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഒരു ഗാനം കൂടി ഞാനും ജയേട്ടനും കൂടെ പാടിയേക്കുന്ന പാട്ടും കൂടെ ഇറങ്ങാനുണ്ട് ശരിക്കും പറഞ്ഞു.
പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്റ്റോറി ഷൂട്ട് ചെയ്തതും ഒക്കെ കൂടെ സഹകരിക്കാൻ പറ്റി. ജയേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മനോഹര മാമൻ, അദ്ദേഹവുമായിട്ടും നല്ല ബന്ധമായതുകൊണ്ടും ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു സംസാരമൊക്കെ രാത്രിയൊക്കെ ഒരുമിച്ച് ജോയിൻ ചെയ്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കുറേ നേരങ്ങൾ, ചിലപ്പോൾ രാത്രി 8:30 മുതൽ 10-12 മണി വരെയൊക്കെ ഫോണിലൂടെയൊക്കെ സംസാരിക്കുക. പാട്ടിനെ പറ്റിയാണ് കംപ്ലീറ്റ് പറയുന്നത്. അദ്ദേഹം കേട്ട പോലെ അത്രയും പാട്ടുകൾ വേറെ ആരും കേട്ടിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. കച്ചേരികളാണെങ്കിലും ക്ലാസിക്കൽ ആണെങ്കിലൊക്കെ കേട്ടൊക്കെ നല്ല നോളജാണ് അദ്ദേഹത്തിന്, രാഗങ്ങളുടെ ആണെങ്കിലും. പക്ഷെ അതിലൊക്കെ ഉപരി, രാഗങ്ങളുടെ പഠനത്തിലൊക്കെ ഉപരിയാണ് അദ്ദേഹത്തിൻ്റെ ഇൻബോണായിട്ട് കിട്ടിയേക്കുന്ന കഴിവ്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇത്. പിന്നെ അത്രയും ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് അതിനേക്കാളും വലുതാണ്. പിന്നെ ചേട്ടന് ദേവരാജൻ മാഷ് അല്ലെങ്കിൽ MSV അങ്ങനെയുള്ള ആൾക്കാരോടൊപ്പം വർക്ക് ചെയ്ത ഓരോ കഥകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിനേക്കാളും വലുതൊന്നും കിട്ടാനില്ല. എന്നെ സംബന്ധിച്ച് അതിലും വലുത് കിട്ടാനില്ല. ജയേട്ടൻ ഞാൻ ട്രാക്ക് പാടുമ്പോഴൊക്കെ കൺസോളിലിരുന്ന് പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഒരു ജന്മസുഹൃതമാണ് ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹം എന്നെ കൊണ്ട് പാടിക്കണ പോലെ ശരിക്കും പറഞ്ഞു. എനിക്കതൊക്കെ ട്രാക്ക് പാടിയാണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു തരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇപ്പോഴും അതൊരു കാലാതീതമായിട്ട് നിൽക്കുന്നുള്ള ഒരു ഉറപ്പാണ്. അത്രയും പാട്ടുകൾ, കുറച്ച് ബാലുചേട്ടൻ എഴുതിയ ഒരു ഓണപ്പാട്ടൊക്കെ ഉണ്ട്, അത് ചേട്ടനും ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് ഒരു പാട്ട് എഴുതിയിട്ട് മധുചേട്ടനും ചിത്രാരുണും പാടിയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഗാനങ്ങൾ, അതല്ലാണ്ട് ഭക്തി ഗാനങ്ങൾ കുറേ, കൊട്ടിയൂർ ഗുരുവായൂരപ്പൻ്റെ പാട്ടുകൾ, ഈ രാമൻകുളങ്ങര ക്ഷേത്രത്തിൻ്റെ, അങ്ങനെ കുറേ പാട്ടുകൾ ചേട്ടൻ 10-30 പാട്ടുകൾ ഞാൻ ചെയ്തതും പാടിയിട്ടുണ്ട്. അപ്പം അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് ചേട്ടൻ്റെ ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട്, ഇഷ്ടമുള്ള പാട്ടിന് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, പക്ഷെ എന്നാലും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നൊരു പാട്ട്. രാവും പകലും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ നിറമോലും ഈ മുഖം നോക്കി, രാവും പകലും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ നിറമോലും ഈ മുഖം നോക്കി, കാലത്തിൻ കണികയാമി ഒരു ജന്മത്തിൻ്റെ ജാലകത്തിലൂടെ പരതയെ നോക്കി, ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമൻ പ്രാണനിലല തല്ലി ആർത്തിടുന്നു. ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമൻ പ്രാണനിലല തല്ലി ആർത്തിടുന്നു. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. അടിപൊളി. എനിക്ക് ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എവിടേക്കോ ജയേട്ടൻ്റെ ഒരു സൗണ്ടും വോയിസ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ടല്ലേ? മനസ്സിലൊക്കെ അങ്ങനെ വരാറുണ്ട്, പക്ഷെ ബോധപൂർവ്വം അത് ശ്രമിച്ചിട്ടല്ല. ജേട്ടൻ്റെ ഒപ്പമുള്ള കുറെ ഇത് ആയിരിക്കാം. ചിലപ്പോൾ ജേട്ടൻ്റെ പാട്ടുകളൊക്കെ പാടി ട്രാക്ക് പാടിയൊക്കെ അങ്ങനെ വന്നതായിരിക്കാം.
അത് ചേട്ടൻ്റെ ഒരു ഇത് കേൾക്കണത് നമുക്ക് സന്തോഷം തന്നെയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ മനഃപൂർവ്വം അത് അനുകരിച്ച് പാടുക അങ്ങനെയൊന്നല്ല. പാടുന്ന സിനിമാ പാട്ടുകളൊക്കെ എനിക്ക് തോന്നുന്നു ആരാരും കാണാതെയൊക്കെ പാടുമ്പോ ശരിക്കും അത് ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പോവിടുമോ, അത് പാടുമ്പോ ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, മിഴികളിൽ ഇതളിട്ടു നാണം മീ മഴയുടെ ശ്രുതിയിട്ടു മൗനം, അകലേ മുകിലായി നീയും ഞാനും പറന്നുയർന്നു, ഓ പറന്നുയർന്നു, ആരും ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. അങ്ങനെ കമന്റ്സ് വേറെ വരാറുണ്ടല്ലേ? ഇപ്പൊ കേൾക്കുമ്പോൾ കണ്ണടച്ചിരുന്ന പെട്ടെന്ന് ഒരു മിനിറ്റ് ഇവിടെ ആരോ പാടുന്നുള്ളൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. ചേട്ടന്റെ പാട്ടുകൾ കൂടുതലും ചേട്ടന്റെ പാട്ടുകൾ പാടാറുണ്ട്. ഏറ്റവും കൂടുതൽ കേൾക്കണ പാട്ടുകള് പഴയ പാട്ടുകളാണ്. പഴയ പാട്ടുകളാണ് കൂടുതലും കേൾക്കാറ്. ചേട്ടനെയും ദാസേട്ടന്റെയും അങ്ങനെ പാട്ടുകൾ കേൾക്കുന്നു. ഇപ്പൊ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യുക, സ്വന്തമായിട്ട് പാടുമ്പോ അതിലൊരു ചാലഞ്ചിങ് അല്ല, അത് കുറച്ചുകൂടെ എളുപ്പമാണ് തോന്നുന്നു. കമ്പോസ് ചെയ്യുമ്പോൾ പാടാൻ എളുപ്പമാണ്. പക്ഷേ പുതിയ സിംഗേഴ്സിനെ അല്ലെ, പുതിയ സിംഗേഴ്സിന്റെ അടുത്ത് പാടാൻ പറയുമ്പോൾ എപ്പോഴും നമ്മൾ കേട്ട് പഠിക്കുന്ന പോലെയല്ല. പുതിയതായിട്ടൊരു പാട്ട് പാടുമ്പോ എപ്പോഴും അതിന്റെ ഒരു ആത്മാവ് അറിഞ്ഞു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വരണമല്ല. അതെപ്പോഴും ഒരു ചാലഞ്ചിങ് ആണ് പലർക്കും. അതായത് കേട്ട പാട്ടുകൾ പഠിച്ചു പാടാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ പുതിയതായിട്ടൊരു സാധനം കമ്പോസ് ചെയ്തത് പാടുന്നത് മിക്കവർക്കും ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. കാരണം എന്താണ് മ്യൂസിക് ആർട്ടിസ്റ്റ് ഉദ്ദേശിക്കണേ എന്നുള്ളത് അവർ ഫീൽ ഉൾക്കൊണ്ട് മനസ്സിലാക്കി പാടാൻ സോള് കറക്റ്റ് ആയിട്ട് കിട്ടണം. അത് ഈ വരികളിലൂടെയൊക്കെ പോകുമ്പോഴേ അതാണ് ഇവരുടെയൊക്കെ ഒരു ഗുണം. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നമ്മൾ പാടുന്ന പറയുമ്പോഴും അവര് നമ്മളെന്താണ് ഉദ്ദേശിച്ചത് അതിന്റെ അപ്പുറത്തേക്കാണ് ഇവർ പാടുന്നത്. ആ ഒരു കുറച്ച് നേരം കൊണ്ട് അതിന്റെ ആത്മാവ് കൊടുക്കുകയാണല്ലോ. അത് എക്സ്പീരിയൻസ് ഒരു വലിയൊരു ഘടകമാണ്. റെക്കോർഡിങ്ങും പ്രോഗ്രാമും രണ്ടും തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പാടി എക്സ്പീരിയൻസ് വരേണ്ടതാണ്. ടെക്നിക്കുകളാണ് കൂടുതൽ. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കുകളാണ്. പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ ക്ലാസ് എടുക്കുന്നവരുടെ ടെക്നിക്കുകളാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പൊ ആദ്യകാലങ്ങളിൽ 1-2 മണിക്കൂർ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ശബ്ദം അടയ്ക്കുക, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. ഇപ്പൊ 8, 10, 12 മണിക്കൂർ എടുത്താലും നമുക്ക് ആദ്യത്തെ മണിക്കൂറിന്റെ അതേ എനർജിയിൽ നമുക്ക് എടുക്കാൻ പറ്റണമെങ്കിൽ അത് ടെക്നിക്കിലൂടെ പറ്റുള്ളൂ. വോയിസിനൊക്കെ സ്ട്രെയിൻ വരും, അല്ലെങ്കിൽ വരും. ഇപ്പൊ നമ്മുടെ ടെക്നിക്കുകൾ ഉപയോഗിച്ചു തുടങ്ങി. അബ്ഡോമിനിന്നൊക്കെ ആക്കി നമ്മുടെ വോയിസുകളെ നമ്മൾ ബാലൻസ് ചെയ്താണ് ചെയ്യുന്നത്. കാരണം പലരെയും പഠിപ്പിക്കുന്നത് പല ശ്രുതിയിലൂടെയാണ്. ഇപ്പൊ ഫീമെയിൽസിനെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മെയിൽ ശ്രുതിയിലല്ലല്ലോ. അപ്പൊ ചിലപ്പോൾ നമ്മൾ കുറച്ച് കുറയ്ക്കേണ്ടി വരും. പിന്നെ പക്ക പ്രൊഫഷണലായ ആൾക്കാരെ നമ്മളൊരു CD ആ സമയം അതിന് പഠിപ്പിക്കണം. അപ്പം നമുക്ക് സ്ട്രെയിൻ വരാൻ പാടില്ല. അപ്പോൾ ക്ലാസ് നമ്മൾ ഇത്രയും മണിക്കൂറുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ടെക്നിക്കിലൂടെ തന്നെ പറ്റുള്ളൂ. ഡിവോഷണൽ സോങ്സ്, ഹിന്ദു ഡിവോഷണൽ സോങ്സ് അല്ലാണ്ട് പിന്നെ ക്രിസ്ത്യൻ ഡിവോഷണൽ കുറെ ചെയ്തിട്ടുണ്ട്. കാർമൽഗിരി സെമിനാരിയിൽ കുറെ നാൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ പള്ളിയച്ഛന്മാരെ പഠിപ്പിച്ച്, അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഓരോ പള്ളികളിൽ അച്ഛന്മാരാണ്. അവർ അന്ന് പഠിക്കുമ്പോൾ അവർ ഡീക്കന്മാരായിരുന്നു. അപ്പോൾ അവരൊക്കെ പല പള്ളികളിലും അച്ഛന്മാരായിട്ട് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഉള്ളത് കൊണ്ടും പല പള്ളികളിലും പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അവരുടെ സെമിനാരിയിൽ നിന്ന് ഞാൻ അവിടെ ബൈജു ജൂലിയ എന്ന് പറഞ്ഞ അച്ഛനായിട്ട് പരിചയമുണ്ടായിരുന്നു. അച്ഛൻ വഴി വേറെ കുറെ ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യൻ ഡിവോഷനിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷിജു പി നല്ലില എന്ന് പറഞ്ഞ ഒരാളുടെ പാട്ടുകൾ അങ്ങനെ ക്രിസ്ത്യൻ ഡിവോഷനിൽ ചെയ്തിട്ടുണ്ട്. പ്രണയഗാനങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്. ലളിതഗാനങ്ങൾ കുറെ ഉണ്ട്. റേഡിയോ സോങ്സ്, അതായത് പറഞ്ഞ പോലെ അങ്ങനെ കവിതകളുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും മനസ്സിന് പെട്ടെന്ന് കംഫർട്ടബിൾ ആയിട്ട് വരുന്ന ഒരു ജോണർ ഏതായിരിക്കും? ഡിവോഷണൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അത്യാവശ്യം വേഗം. അത് കുറെ ചെയ്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമുക്ക് മാറി പിന്നെ കുറെ കൂടി രാഗം ബേസ്ഡ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഡിവോഷണലിൽ. പ്രണയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു മൂഡിലേക്ക് എത്തിയിട്ട് ചെയ്യാൻ പറ്റും. രാഗം ഒന്നും വച്ച് ചെയ്യാണ്ടിരിക്കണം എപ്പോഴും നല്ലത്. ചെയ്തു പോയിട്ട് നമ്മൾ അതിനെ തേടി പോകണമായിരിക്കും കുറേ കൂടി നല്ലത്. പക്ഷെ ഡിവോഷനിൽ അങ്ങനെയല്ല. എപ്പോഴും ഇന്ന രാഗം വെച്ച് ചെയ്യണമെന്ന് വിചാരിച്ചല്ല ചെയ്യണത്. എങ്കിലും പാടി വരുമ്പോൾ നമുക്ക് ആ രാഗം പിന്നെ വേണമെങ്കിൽ റയർ രാഗം ഉപയോഗിക്കണം എന്നൊക്കെ വിചാരിച്ച് നമുക്ക് ചെയ്യാം.
ആരും ചെയ്യാത്ത പുതിയ രാഗങ്ങളൊക്കെ എടുത്ത് ചെയ്യണമെന്നൊക്കെ ഇവർ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ പർട്ടിക്കുലർ ഇന്ന രാഗത്തിന് എല്ലാ നോട്ടും മന്നം അങ്ങനെയൊക്കെ വിചാരിച്ച് ചെയ്ത പാട്ടുകളുണ്ട്. അങ്ങനെ ഉപയോഗിച്ച് ചെയ്ത കുറേ പാട്ടുകളൊക്കെ ഉണ്ട്. കാരണം പലരും കേട്ട് പരിചയമില്ലാത്ത രാഗങ്ങളും നമുക്ക് പല ബുക്കുകൾ നോക്കി റെഫർ ചെയ്ത് ഇന്ന രാഗങ്ങളുടെ നൊട്ടേഷൻ വൈസും ഒക്കെ റിസർച്ച് ചെയ്ത് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചൊക്കെ ഇപ്പൊ ചെയ്യാനായിട്ട് എല്ലാത്തിനും ഫ്രണ്ടിലൊരു ഓപ്ഷൻസ്. ഇപ്പൊ രാജാ സാറൊക്കെ ചെയ്യാത്ത രാഗങ്ങളില്ല. നമുക്ക് അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. വേണമെങ്കിൽ ഇന്ന രാഗത്തിൽ ഉള്ള പാട്ടുകളൊക്കെ കിട്ടും. നമുക്ക് അതിൻ്റെ ഒരു കോപ്പിയല്ല പറയണേ, അതിൻ്റെ ഒരു നമുക്ക് അതിൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള കളർ അതിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും ഇത്രയും വൈഡായിട്ട് നമുക്ക് കിട്ടാത്ത സമയത്ത് ഇപ്പോൾ നമുക്ക് യൂട്യൂബ് നോക്കി എല്ലാം കിട്ടും. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് അവർ അത് ചെയ്തു വെച്ചേക്കണതാണ് നമ്മൾ അവരെ നമിക്കേണ്ടത്. കാരണം ഇത്രയും സാഹചര്യങ്ങൾ ഇല്ലാത്ത സമയത്ത് റെക്കോർഡിംഗ് ആണെങ്കിലും ഇതുവരെ ഇപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാമല്ലോ. ഓരോ വരിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും പാൻ ചെയ്യാം. പണ്ടൊക്കെ ഒറ്റയടിക്കെല്ലാം അപ്പൊ ആ സമയത്ത് അവർ ഇങ്ങനെ പാടി വെക്കുമ്പോൾ ഉള്ള അവരുടെ ഒരു ടാലന്റ് നമ്മൾ മനസ്സിലാക്കണ്ടത്. പണ്ട് കൊമേഴ്ഷ്യൽ സക്സസിനെക്കാട്ടും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കൂടുതലും മ്യൂസിക്കിന് കൊടുത്തിരുന്നത്. അവരൊക്കെ റെമ്യൂണറേഷൻ എന്നൊക്കെ ഇന്നത്തെ പറയുന്നത് നേരത്തെ ഉള്ള പോലെ അല്ലല്ല, വളരെ തുച്ഛമായാലും കിട്ടിയിരുന്നത്. ഇപ്പൊക്കെ അങ്ങനെയല്ല. എല്ലാത്തിനും ഒരു നല്ല വരുമാനങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും അത്യാവശ്യം എല്ലാവർക്കും പേയ്മെന്റ് വൈസും ഒക്കെ കലാകാരന്മാർക്കുണ്ട്. പണ്ട് ജീവിച്ചിരുന്ന സാഹചര്യം അല്ല ഇപ്പൊ കലാകാരൻ. പണ്ടൊക്കെ കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മുഷിഞ്ഞ സഞ്ചിയൊക്കെ വെച്ച് താടിയൊക്കെ വളർത്തി അങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ ഉള്ള ഒരു ധാരണ ആയിരുന്നല്ലോ. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നല്ല. ഇപ്പൊ എല്ലാവരും കൃത്യമായിട്ട് അവരുടെ പൈസയൊക്കെ പറഞ്ഞ് വാങ്ങി നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു പേരും പ്രശസ്തിയും പെരുമയൊക്കെ എല്ലാവർക്കും അത് കീപ്പ് ചെയ്യാനും അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും അവരതനുസരിച്ച് അവരുടെ ജീവിത നിലവാരമൊക്കെ ഉയർത്താനും ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാർ. നല്ല രീതിയിൽ ഇപ്പൊ കലാകാരൻ എന്ന് പറഞ്ഞൊരു വാല്യുള്ള സംഭവം കൂടെയാണ്. എല്ലാത്തിനും സൗകര്യം ഉണ്ടല്ലോ. നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരു പ്ലാറ്റ്ഫോം. പണ്ടൊക്കെ നമ്മുടെ സമയത്തൊക്കെ ഏതെങ്കിലും ക്ലബ്ബുകളിലൂടെ മത്സരങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ പോയി മത്സരിച്ച് ഉണ്ടായേക്കണത്. അല്ലെങ്കിൽ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉള്ളൂ. ഇപ്പൊ അതല്ലല്ലോ, നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് എന്തൊക്കെ ചെയ്യാം. സ്വന്തമായിട്ട് ചാനൽ തുടങ്ങാം. നമുക്ക് അതിനകത്ത് നിരന്തരം പാടിയിടാം. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അതിലൂടെ നമുക്ക് റീച്ച് കിട്ടാൻ ആൾക്കാരിൽ എത്തിക്കാനൊക്കെ എളുപ്പമാണ്. രണ്ട് തരത്തിലുണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അത് പ്രൊഫഷനായിട്ട് വരുന്നവരും വെറുതെ തമാശക്ക് പാടുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വലുതാണ്. അത്രയും വൈഡായി കാര്യങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമായി. ഓരോരോ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ജോലി എന്ന് പറഞ്ഞ രീതിയിലല്ലെങ്കിലും എല്ലാവരും നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, ഇൻഫ്ലുവൻസേഴ്സ് ആക്കി മാറി. അവർക്ക് കാരണം വെച്ചാൽ എല്ലാവരും ഒരു പ്രൊഫഷണലാക്കി അത് മാറ്റി തുടങ്ങി. ഇപ്പം അത്രയും അതിനുള്ള സാഹചര്യം ഉണ്ട്. അതാണ് സത്യം. ഫാമിലിനെ കുറിച്ച് പറയും. ഫാമിലിയുടെ സപ്പോർട്ടിനെ കുറിച്ചും. ഫാമിലിയുടെ സപ്പോർട്ട് വലുതാണ്. അതായത് ഇപ്പൊ ഗുരുക്കന്മാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫാമിലിയുടെ സപ്പോർട്ട്. ഞങ്ങള് 4 ആൺമക്കളാണ്. എനിക്ക് 3 ചേട്ടന്മാരാണ്. വീട്ടില് മൂത്ത ചേട്ടനും പാടും, രണ്ടാമത്തെ ചേട്ടനൊക്കെ ചെറുതായിട്ട് പാടുന്ന ആൾക്കാരാണ്. കല്യാണം കഴിഞ്ഞു. ഭാര്യയുടെ പേര് ശ്രീജ എന്നാണ്. ജോലിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുട്ടികൾ 2 പേരുണ്ട്. 2 പെൺകുട്ടികളാണ്. മൂത്ത ആള് 8ാം ക്ലാസ്സിലേക്കാവും, ദേവയാനി. രണ്ടാമത്തെ ആള് ദേവലക്ഷ്മി, 1ാം ക്ലാസ്സിലേക്ക്. ഒരു അത്യാവശ്യം പാട്ടും ഡാൻസൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു അത്യാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രാവിലെ എൻ്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എൻ്റെ ഒപ്പം ഉണ്ടാവും അവര്. അപ്പം അങ്ങനെ പോകുന്നു. ഇപ്പൊ പുതുതായിട്ട് ഇപ്പം ലൈക്ക് ബിഗിനേഴ്സിന് ആസ് എ ടീച്ചർ അല്ലെങ്കിൽ മെന്റർ എന്ന് പറയുമ്പോൾ ഒരു അഡ്വൈസ് പറഞ്ഞു കൊടുക്കാൻ ക്ലാസിക്കൽ പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾക്ക്, അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു കൺസിസ്റ്റൻസിയാണ് പഠന രീതിയിലുള്ളത്. അതായത് നമുക്കൊരു നന്നായിട്ട് പഠിക്കണം എന്നുള്ള ചിന്തകൾ മാത്രം പോരാ, അതോടൊപ്പം തന്നെ നല്ല പ്രാക്ടീസും വേണം. കൃത്യമായൊരു ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തി എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സാഹചര്യവും സമയവും കണ്ടെത്തി അതിനുവേണ്ടി വർക്ക് ചെയ്യണം നന്നായിട്ട്. പുതിയൊരു ആൾക്കാരിൽ കണ്ട പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടണം, പെട്ടെന്ന് പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഫെയിം ആവണം എന്നുള്ള രീതി ആണ് പൊതുവെ കണ്ടുവരുന്നത്. അത് മാറി ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്തേക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു സംശയമില്ല. നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് ഉറപ്പായിട്ട് ഉയരാൻ പറ്റും. പക്ഷെ ഗുരുക്കന്മാരിലുള്ള ഒരു വിശ്വാസതയും അവരുടെ ഒരു ഇത് നമ്മളൊക്കെ വളർന്നു വന്നത് അങ്ങനെയാണ്. ഗുരുക്കന്മാർ ഒരിക്കലും നമുക്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചിലപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരൊന്നും വഴക്ക് പറയല ചിത്രം. പക്ഷെ പണ്ടൊക്കെ എനിക്ക് തല്ലുവരെ കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല. പക്ഷേ ആ ഗുരുക്കന്മാരുടെ ഒരു ഇത് നമ്മൾ പൊളൈറ്റായിട്ട് നിൽക്കുക, അവർ പറയണ കേട്ട് നമ്മളെ ഒരിക്കലും അവരുടെ ഇതായിരിക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അവരെന്തായാലും പറയണത്. അപ്പോൾ ഒരു ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
പ്രത്യേകിച്ച് സംഗീതം. അപ്പോൾ ഗുരുമുഖത്ത് നിന്ന് അവരുടെ ഒരു മനസ്സിന് ഇതില്ലാത്ത രീതിയിൽ അവരെ നല്ലവണ്ണം വന്ദിച്ച് നല്ല രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഡെഫിനറ്റ്ലി വിൻ ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. നല്ലൊരു അഡ്വൈസ് ആയിരുന്നു. നമ്മുടെ ഏതാണ്ട് സമയം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇത്ര സമയം ഞാൻ പറഞ്ഞില്ല. ഓഡിയോസിൻ്റെ ഈ ചാനലിലേക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിനായിട്ട് ക്ഷണിച്ച മീനാക്ഷിക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.